പരിശുദ്ധ അമ്മയുടെ നിർണായകമായ ചില മുഹൂർത്തങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ആ സന്ദർഭങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ 6ാം ക്ലാസ്സുകാർ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു. On stage, Joanna Rose and Leah Bolton, and behind them, Aidan Ahmed, Johan Jolie, Dominic Teddy, Rio Segui, David Matthew. ദൈവസന്നിധി നീ കൃപ കണ്ടെത്തിയിരുന്നു. ഈ ഗർഭനിശ്ചി ഒരു പുത്രനെ പ്രസവിച്ചു. ഈ അവന് യേശു എന്ന് പേരിടണം. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദേവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ സാക്ഷാത്തായ വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യയെന്നും പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് എന്റെ ഉദരഫലവും അനുഗ്രഹീതം. എന്റെ കർത്താവിന്റെ അമ്മ എന്നെ അടുത്തു വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇതാ നിന്റെ അഭിവാദന സ്വരം എന്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എന്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. ശങ്കിക്കേണ്ട, അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും. അങ്ങ് കൽപ്പിച്ചതുപോലെ ഞാൻ അനുസരിക്കുന്നു. കർത്താവേ, സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ അടയാളവുമായിരിക്കും. അങ്ങനെ അനേകരുടെ ഹൃദയ വിചാരങ്ങൾ വെളിപ്പെടും. നിന്റെ ഹൃദയത്തിലൂടെ ഒരുപാട് തുടർച്ച പറയുകയും ചെയ്യും. നിങ്ങളെന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എന്റെ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കുന്നതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ജ്ഞാനത്തിലും പ്രായത്തിലും സ്നേഹത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയും വളർന്നു.
ഇതാ നിന്റെ അമ്മ. ഈശോ യോഹന്നാന് സ്വന്തം അമ്മയെ സമ്മാനിച്ചപ്പോൾ ലോകമുഴുവന്റെ മാതാവായി പരിശുദ്ധ അമ്മ മാറി. അമ്മയെ മാതാവിൽ പ്രാർത്ഥനയ്ക്ക ഇഷ്ടിയിലും വിവേകത്തിലും വിജ്ഞാനത്തിലും വളരാൻ ഞങ്ങൾ സഹായിക്കുന്നു. ഇവർക്കും സർക്കാർ ആശംസിക്കുന്നു.